ഈദുൽ ഫിത്തർ എന്ന് പറയുന്നത് ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും കരുണയുടെയും ഒക്കെ ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളിൽ ശ്രീ MA യൂസഫ് അലി അദ്ദേഹം ജീവിതം നൽകിയ പലരെയും അതുപോലെ തന്നെ അദ്ദേഹം കരുതലോടെ ചേർത്ത് പിടിക്കുന്ന പലരെയും നേരിട്ട് കണ്ട് തൻ്റെ സ്നേഹം അറിയിക്കാറുണ്ട്, തൻ്റെ ആശംസകൾ അറിയിക്കാറുണ്ട്. ഈ ഈദുൽ ഫിത്തർ ദിനത്തിലും അദ്ദേഹം കരുതലോടെ ചേർത്ത് പിടിച്ച ചില ജീവിതങ്ങളിലൂടെ ഒരു യാത്ര. നമുക്ക് രണ്ട് മഹാമന്ദിരങ്ങൾ, നമുക്ക് സ്വപ്നം രണ്ട് മന്ദിരങ്ങൾ നമുക്ക് സ്ഥാപിച്ചാൽ മറ്റുള്ളവർക്കുമായി ഒരു സ്നേഹ സൗഹൃദം ഇവിടെ പടുത്തുയർത്തിയിരിക്കുക. അതിമനോഹരമായി എല്ലാ വർഷവും നോമ്പ് നാളിൽ നമുക്ക് 1 കോടി രൂപയുടെ സമ്മാനങ്ങൾ അദ്ദേഹം എത്തിച്ചു തരികയാണ്. ഇങ്ങനെ ഒരു മഹാമനുഷ്യൻ, ഒരു അത്ഭുത മനുഷ്യൻ നമ്മുടെ കേരളത്തിൽ ജനിച്ചു, നമ്മളുടെ ഒരാളായി മലയാളിയായി മാറിയിരിക്കുന്നു. ലുലു ഗ്രൂപ്പിൻ്റെ ആദരണീയനായിട്ടുള്ള ചെയർമാൻ MA യൂസഫ് അലിക്ക ഒരിക്കൽ ഇവിടെ വന്നു, ഡിഫറൻറ്റ് ആർട്സ് സെൻറ്ററിൽ വന്നു, നമ്മുടെ കുട്ടികളെ കണ്ടു, നമ്മുടെ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അന്ന് ആ കുട്ടികളുടെ മുമ്പിൽ വെച്ച്, മാതാപിതാക്കളുടെ മുമ്പിൽ വെച്ചൊരു പ്രോമിസ് ചെയ്തിരുന്നു. എല്ലാ വർഷവും 1 കോടി രൂപ വീതം ഡിഫറൻറ്റ് ആർട്സ് സെൻറ്ററിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നൽകാമെന്നുള്ളത്. ഇന്ന് ഈ വർഷത്തെ കോൺട്രിബ്യൂഷനായിട്ട് 1 കോടി രൂപ ഡിഫറൻറ്റ് ആർട്സ് സെൻറ്ററിന് വേണ്ടി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ കൈപ്പറ്റി. തീർച്ചയായിട്ടും ഈ കുട്ടികളുടെ പേരിൽ, മാതാപിതാക്കളുടെ പേരിൽ, ഡിഫറൻറ്റ് ആർട്സ് സെൻറ്ററിൻ്റെ പ്രവർത്തകരുടെ പേരിൽ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ പേരിൽ അദ്ദേഹത്തോടുള്ള, ലുലു ഗ്രൂപ്പിനോടുള്ള, അതിൻ്റെ സാരഥികളോടുള്ള സ്നേഹവും നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നമ്മളൊരു വലിയ ക്രൈസിസിലൂടെ കടന്നു പോകുന്ന സമയത്താണ് ബഹുമാനപ്പെട്ട യൂസഫ് അലി സാറ് നമ്മളെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വന്നത്. അദ്ദേഹത്തിൻ്റെ സഹായം കൊണ്ടാണ് നമ്മുടെ പൂർവ്വം ഇന്നത്തെ രീതിയിലേക്ക് മാറ്റി കൊണ്ടുവരാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടും ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാ സ്റ്റാഫിൻ്റെയും ആത്മാർത്ഥമായ പ്രവർത്തനം കൊണ്ടാണ് ഇന്നത്തെ നിലയിലേക്ക് ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും നല്ല പൂർവ്വമിൽ ഒന്നായിട്ട് ഇതേപോലെയുള്ള അന്തേവാസികൾ താമസിക്കുന്ന ഏറ്റവും നല്ല സ്ഥാപനമായി വളർത്തിയെടുക്കുവാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്.